പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേളയിൽ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ തക്കോണം ദൈവം തന്ന ഭാഗ്യത്തിനായി ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, യേശു സ്നേഹിക്കുന്നു എന്നുള്ള ഈ പ്രോഗ്രാമിൽ കൂടെ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ വചനം നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു കേൾക്കുവാനും അത് അനുഭവിച്ചറിയാനും ഒക്കെയും ഇടയായിത്തീർന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അത് ഇരുപായത്തുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതാണെന്ന് എബ്രായ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകുന്നു, കുറ്റബോധം ഉണ്ടാകുന്നു. അങ്ങനെ കുറ്റബോധം വരുമ്പോൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വിടുതൽ തരും. സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം ശ്രദ്ധ വെച്ച് കേൾക്കുക. അത് നിങ്ങൾക്ക് ധാരാളമായിട്ട് അനുഗ്രഹമായി തീരട്ടെ. ദൈവകൃപ കൂടിയിരിക്കുമാറാകട്ടെ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, പലർക്കും അറിയാൻ വയ്യാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പണ്ട് ഓർത്തഡോക്സ് സഭയിലൊക്കെ ആയിരുന്ന കാലത്ത് എനിക്കിതിനെക്കുറിച്ചങ്ങ് യാതൊരു അറിവില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. അത് യേശു ക്രിസ്തുവിൻ്റെ അമ്മ കന്യകയായ മറിയാം എന്നാണ് നമ്മളെല്ലാവരും വിളിക്കുന്നതും പറയപ്പെടുന്നതും അറിയുന്നതും. ആ കന്യക മറിയാമനെ ആരാധിച്ചു കൊണ്ടിടന്നൊരു കാലമുണ്ടായിരുന്നു. ഞാൻ നല്ല വേദപുസ്തകം പഠിച്ചപ്പോൾ, ഈ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്ന് വേദപുസ്തകമൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയാമിനെ നമുക്ക് ആരാധിക്കാനായിട്ട് യാതൊരു റൈറ്റുമില്ല, നമുക്ക് ബഹുമാനിക്കാം. കർത്താവായ യേശുവിനെ പ്രസവിച്ച അമ്മ എന്നുള്ള രീതിയിൽ നമ്മൾ അത് കന്യകയായിരുന്നു, അന്ന് വിശുദ്ധയായിരുന്നു എന്നുള്ള രീതിയിൽ, കൃപ ലഭിച്ചവളായിരുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്ന് മനസ്സിലാക്കുവാനിടയായി തീർന്നു. ആ യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയാം മരിച്ചു, അടക്കപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റായിട്ടോ സ്വർഗത്തിലേക്ക് പോയതായിട്ടോ ഒന്നും വേദപുസ്തകത്തിനകത്ത് രേഖയില്ല. പിന്നെ ചിലരൊക്കെ പറയുന്നു അമ്മ അങ്ങ് സ്വർഗത്തിലേക്ക് പോയി മധ്യസ്ഥയായിട്ടൊക്കെ ചെയ്യുന്നൊക്കെയാണ്. പക്ഷേ വേദപുസ്തകം പറയുന്നത് അങ്ങനെയല്ല. ബൈബിൾ പറയുന്നു, ബൈബിൾ സേസ്, കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരുത്തനും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഈ ലോകത്തിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഏക വ്യക്തി യേശു ക്രിസ്തു മാത്രം. യേശുവിന് മുമ്പ് പലരും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. യേശുവിന് മുമ്പ് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളവർ പഴയ നിയമത്തിൽ ഉയർത്തെഴുന്നേറ്റ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. എന്നാൽ അവരൊക്കെ പിന്നെയും മരിച്ചു. യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് യേശു ഉയർപ്പിച്ചവരുണ്ട്, ലാസർ അതുപോലുള്ള ആൾക്കാർ, അവരൊക്കെ പിന്നെയും മരിച്ചു. പത്രോസ് ഉയർപ്പിച്ച വ്യക്തികളുണ്ട്, പൗലോസിലൂടെ ഉയർക്കപ്പെട്ട ആൾക്കാരുണ്ട്, ഇവരെല്ലാം പിന്നെയും മരിക്കുകയായിരുന്നു. എന്നാൽ ഇന്നും ജീവിക്കുന്ന, അന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ, വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മറ്റാരും ഇന്നും ജീവിക്കുന്നു, എന്നേക്കും ജീവിക്കുന്നു. അവൻ എന്നേക്കും ജീവിക്കുന്ന അനന്യനായ ദൈവം തന്നെയാണെന്നും ദൈവപുത്രനായിട്ട് ലോകത്തിലേക്ക് വന്നതാണെന്നും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് തെളിവ് തരുന്നത് വിശുദ്ധ ബൈബിളിൽ കൂടെയാണ്. വിശുദ്ധ ബൈബിൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥന് ഒരുവനാണ്, അത് ക്രിസ്തു തന്നെ അല്ലാതെ വേറെ ആരുമില്ല. മരിച്ചടക്കപ്പെട്ട് ഉയർത്തേറ്റ യേശു ക്രിസ്തു അല്ലാതെ മറ്റാരുമില്ല എന്ന് വേദപുസ്തകം ശക്തമായിട്ട് വിളിച്ചു പറയുന്നു. ഇത് അറിയാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? അനേകർ മരിച്ചുപോയവർക്ക് അവരുടെ മുമ്പിൽ പോയി മധ്യസ്ഥ അർപ്പിക്കുന്നു. സാമുദായിക ക്രിസ്ത്യാനികളായിട്ടുള്ളവരൊക്കെ ഇന്നും മരിച്ച് മൺമറഞ്ഞ് പൊടി ആയി എല്ലും പൊടിഞ്ഞ് വർഷങ്ങളായി പൊടിഞ്ഞു പോയ വ്യക്തികളെയൊക്കെ ഇപ്പോഴും ആരാധിക്കുക. അവരുടെ മുമ്പിൽ പോയി മധ്യസ്ഥ അർപ്പിക്കുന്നു, അവരുടെ മുമ്പിൽ പോയി മെഴുകുതിരി കത്തിക്കുന്നു, അവരുടെ മുമ്പിൽ പോയിട്ട് കാണിക്കയിടുന്നു, സ്തോത്രകാഴ്ചകളൊക്കെ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. പണ്ട് അറിവില്ലാത്ത കാലത്ത് ഞാനും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, വേദപുസ്തകം വായിച്ചപ്പോഴാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഇതിനകത്തുള്ള വചനങ്ങൾ മനസ്സിലാക്കി തരാൻ നമുക്കൊരാളെ ആശ്രയിക്കേണ്ടതുണ്ട്. ആരെ അറിയാമോ? ഇത് എഴുതിയ പരിശുദ്ധാത്മാവിനെ. വേദപുസ്തകം എഴുതിയിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനാൽ നിയോഗം പ്രാപിച്ച വ്യക്തികളാണ്. ഈ വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളാണ് ഉള്ളത്. ഈ 66 പുസ്തകങ്ങൾ ബൈബിളിലുണ്ടെങ്കിലും ഈ 66 പുസ്തകങ്ങളും പലരാൽ എഴുതപ്പെട്ടതാണ്. പല കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർ എഴുതിയിട്ടുണ്ട്, മുഖ്യന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, പിന്നെ ഇടയന്മാരുണ്ട് എന്ന് വേണ്ട പല പല തൊഴിലിലേർപ്പെട്ട ആൾക്കാർ പല പല സ്ഥലങ്ങളിൽ പല പല രാജ്യങ്ങളിൽ എഴുതിയവരുണ്ട്. പ്രവാസത്തിൽ പോയ ഇറാഖിൽ എഴുതിയിട്ടുണ്ട്,
പിന്നെ അനേക രാജ്യങ്ങൾ മാറി മാറിപ്പോയി. ഗുഹകളിൽ ഇരുന്ന് എഴുതിയിട്ടുണ്ട്. ദാവീദ് ഗുഹകളിലും മലകളിലും പള്ളക്കാടുകൾ എന്ന് വെച്ചാൽ താഴ്വരകളിലുമൊക്കെ പോയിരുന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഏകദേശം 40 എഴുത്തുകാരാൽ എഴുതപ്പെട്ട പുസ്തകം. അത് പരിശുദ്ധാത്മാവിനാൽ നിയോഗം പ്രാപിച്ച് എഴുതിയതായതുകൊണ്ടാണല്ലോ ചേർത്ത് വരുമ്പം അതിൻ്റെ 1-ാമത്തെ പുസ്തകം തൊട്ട് അവസാനത്തെ പുസ്തകമാകുന്ന വെളിപ്പാട് വരെ വായിക്കുമ്പോഴും യേശുവിനെ കാണിക്കുന്നു. ഒരുപാട് വീടുകൾ ഉള്ള ഒരു സ്ഥലത്ത് ഒരു ട്രാൻസ്ഫോർമർ വെച്ചിട്ട് ആ ട്രാൻസ്ഫോർമറിൽ നിന്ന് കറണ്ട് കമ്പിയിൽ കൂടെ പ്രവഹിച്ച് പല വീടുകളിലേക്ക് ചെല്ലുന്നു. പക്ഷേ അതിൽ ഏത് വയർ മുറിച്ചാലും, ഏത് വീട്ടിലേക്ക് ചെല്ലുന്ന വയർ മുറിച്ചാലും അവിടേക്കെല്ലാം കറണ്ട് കാണും. ഇലക്ട്രിസിറ്റി അതിൽ കൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ പല വിധത്തിലുള്ള ആൾക്കാർ പല സ്ഥലങ്ങളിലിരുന്ന് പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ച പല തുറകളിൽ ജീവിച്ച ആൾക്കാർ എഴുതിയ ഈ വേദപുസ്തകത്തിലെ ഓരോ വചനങ്ങളും നമ്മൾ വ്യാഖ്യാനിച്ച് വിശദമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എല്ലാം ആരെ കാണാമെന്നറിയാമോ? യേശുവിനെ കാണാം. യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. സ്തോത്രം. ഉൽപ്പത്തിയിലെ തുടക്കം മുതൽ, ജീവൻ്റെ വൃക്ഷം മുതൽ, ഉൽപ്പത്തിയിലെ ആദ്യ വിവാഹം മുതൽ അവസാനത്തെ കുഞ്ഞാടിൻ്റെ കാന്തിയാവുന്ന വിശുദ്ധ സഭയുമായിട്ടുള്ള കുഞ്ഞാടുമായിട്ടുള്ള വിവാഹം, യേശു ക്രിസ്തുവും വിശുദ്ധ സഭയുമായിട്ടുള്ള വിവാഹം, ഇങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും തുടക്കം മുതൽ അവസാനം വരെയും വിവാഹത്തെക്കുറിച്ച്, വിശുദ്ധ വിവാഹം എന്ന് വേണ്ട സകലതും കുഞ്ഞാടാണ്, ക്രിസ്തുവാണ്. ഉൽപ്പത്തി ആദ്യ പുസ്തകത്തിലെ ജീവവൃക്ഷം മുതൽ ഇങ്ങനെ അവസാനത്തിലേക്ക് വരുമ്പോൾ അവിടെയുണ്ട് ജീവവൃക്ഷം. അപ്പം യേശുവിനെ കാണിക്കുകയാണ് തുടക്കം മുതൽ അവസാനം വരെയും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മുടെ ആൾക്കാർക്ക്, പല ആൾക്കാർക്ക് ഇത് അറിയത്തില്ല. അറിയായ്മ കൊണ്ട് അവർ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് ജീവിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി ദൈവം തന്ന വിശുദ്ധ ബൈബിൾ, ഈ വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാനായിട്ട് പരിശുദ്ധാത്മാവിനോട് അഭയം പ്രാപിച്ചു കഴിയുമ്പോൾ ഇതെഴുതിയ പരിശുദ്ധാത്മാവ്, കാരണം പരിശുദ്ധാത്മാവ് എഴുതിയത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, പല തുറകളിലിരുന്നവർ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും പല കാടുകളിലും മേടുകളിലും പള്ളക്കാടുകളിലും ഒക്കെ ഇരുന്ന് എഴുതിയവർ. പക്ഷെ എഴുതി വന്നപ്പോൾ അതിനകത്തെല്ലാം ഒരേ കാര്യം എഴുതിയിരിക്കുന്നത്. ആരെക്കുറിച്ച്? ക്രിസ്തുവിനെക്കുറിച്ച്. സ്തോത്രം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അത് പരിശുദ്ധാത്മാവിനെ എഴുതപ്പെട്ടതായതുകൊണ്ടാണ്. ഒരു തെറ്റ് പറ്റാതെ, തുടക്കം മുതൽ ഒടുക്കം വരെയും തെറ്റുകൾ പറ്റാതെ ചേർത്ത് മാല പോലെ ചേർത്ത് വെച്ചിരിക്കുന്നത് പല കാലഘട്ടങ്ങളിൽ എഴുതിയ പുസ്തകങ്ങൾ. സ്തോത്രം. എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവിനെ എഴുതപ്പെട്ടതായതുകൊണ്ടാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് കർത്താവെ, പരിശുദ്ധാത്മാവെ, തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ കൊണ്ട് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തീർച്ചയായിട്ടും നമ്മുടെ കണ്ണുകളെ തുറന്നു തരും. അതിൽ കൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറയുന്ന കാരണം, അങ്ങനെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് കർത്താവ് മനസ്സിലാക്കി തന്നു തുടങ്ങി. ഇതിനകത്തുനിന്ന് ഒരാൾ ഇങ്ങോട്ട് സംസാരിക്കുന്ന പോലെ പറ്റും. നമ്മൾ വായിച്ചു തുടങ്ങിയാൽ ഇതിനകത്തുനിന്ന് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും പരിശുദ്ധാത്മാവ്. പ്രൈസ് ലോർഡ്. പിന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ കാതുകളിൽ സംസാരിച്ചുകൊണ്ടിരിക്കും, പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. പോകേണ്ടുന്ന വഴി അതാണ് നമ്മൾ വലം കൈ പിടിച്ച് നമ്മൾ നടത്തും. ഇതെല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അറിയായ്മയുടെ കാലങ്ങളെ കർത്താവ് കണക്കിടുന്നില്ല. ഇതുവരെ നിങ്ങളിങ്ങനെ മരിച്ചവരെയും മൺമറഞ്ഞവരെയും ആൾദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും സേവിച്ച് നടന്നെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, അതൊന്നുമല്ല ദൈവം. സർവശക്തനായ ദൈവം ആത്മാവാകുന്നുവെന്നും നമുക്ക് ദൈവത്തോട് അടുക്കുവാൻ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായിട്ട് തന്നിരിക്കുന്നത് ഒരേ ഒരാളാണ്. അത് നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തെയും ശാപത്തെയും രോഗത്തെയും മരണത്തെയും കാൽവറിയിൽ വഹിച്ച് നമുക്ക് വേണ്ടി മരിച്ച്, നമുക്ക് വേണ്ടി വേദന അനുഭവിച്ച്, നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച്, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയെല്ലാം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി കാൽവറി കൊലക്കളത്തിൽ നമുക്കായി മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു. അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. അവൻ ജീവിച്ചവനാണ്. മരണത്തെ ജയിച്ചു. ഹേ മരണമേ, നിൻ്റെ ജയം എവിടെ? പാതാളമേ, നിൻ്റെ വിഷമുള്ളവിടെ നിന്ന് ആക്രോശിച്ചുകൊണ്ട് മരണത്തെയും പാതാളത്തെയും ചവിട്ടി താഴ്ത്തിയവൻ, മരണത്തിൻ്റെയും പാതാളത്തെയും താക്കോൽ അധികാരമുള്ളവൻ, ആ അധികാരമുള്ളവനായ യേശു ക്രിസ്തു, ജയിച്ച ക്രിസ്തു. ആ ജയിച്ച ക്രിസ്തുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. തോറ്റ ക്രിസ്തുവിനെ അല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ജയിച്ച ക്രിസ്തുവിനെയാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുകയാണ്. ആ യേശു ക്രിസ്തുവിൽ കൂടെ വിടുതലുണ്ട്, രക്ഷയുണ്ട്. അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എന്ത് ചെയ്തെന്നറിയാവും? പിശാച് തലയെ ചവിട്ടി തകർത്തു. പിശാചിൻ്റെ പദ്ധതികളെല്ലാം പൊളിച്ചു. അതതിൻ്റെ അർത്ഥം. അവൻ്റെ തലയെ ചവിട്ടി തകർത്തു പറഞ്ഞതിൻ്റെ അർത്ഥം അവൻ്റെ പദ്ധതികളെല്ലാം പൊളിച്ചു. അവൻ്റെ വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശന്മേൽ ജോത്സവം കൊണ്ടാടി അവരെ പരസ്യകൊലമാക്കി, അവരെ പരസ്യ കാഴ്ചയാക്കി എന്ന് കൊലോസ്യ ലേഖനത്തിൽ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പിശാചിൻ്റെ പദ്ധതിയെല്ലാം പൊളിഞ്ഞു. ഇന്ന് നിൻ്റെ മേൽ പിശാചിന് അധികാരമില്ല.
നീ ദൈവത്തിൻ്റെ പൈതലാണെന്നുണ്ടെങ്കിൽ ഒരു ദുഷ്ടശക്തിക്ക് നിൻ്റെ മേലെ യാതൊരു അവകാശവുമില്ല. കാരണം നീ ജയിച്ചവനാണ്, ജയിച്ചവൻ്റെ പൈതലാണ്. നീ ജയിച്ചവൻ്റെ ആത്മാവ് നിൻ്റെ ഉള്ളിൽ വസിക്കുന്നത്, ജയിച്ചവനായ ക്രിസ്തു അതിൻ്റെ ഉള്ളിൽ വസിക്കുന്നത്. അതുകൊണ്ട് ജയിച്ച ക്രിസ്തുവിനെ ആരാധിക്കാൻ തുടങ്ങുക. മരിച്ച് മൺമറഞ്ഞു പോയവരെ ആരാധിക്കാതെ, മരിച്ചു പൊടിഞ്ഞ് മണ്ണായിപ്പോയ എല്ലും തലയും അതിൻ്റെ ഓരോ അവയവങ്ങളും മണ്ണായിപ്പോയ മനുഷ്യനെ ആരാധിക്കാതെ, മരിച്ചുപോയ മനുഷ്യനെ ആരാധിക്കാതെ, സർവ്വശക്തനും സർവ്വവ്യാപിയും സർവ്വജാനിയുമായി ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ തുടങ്ങിക്കോ. ജീവിതത്തിൽ നിനക്ക് വിടുതലാണ്. ഇത് പറയാനാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും പറഞ്ഞു വന്നത്. വിശുദ്ധ മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോഴും, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യത്തോടൊക്കെ വായിക്കുമ്പോഴേ, 46 മുട്ടൊക്കെ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാം, യേശുവിൻ്റെ അമ്മയായ മറിയാം വീണ്ടും പ്രസവിച്ചെന്നും യേശുവിൻ്റെ അമ്മയായ മറിയാമിന് വീണ്ടും മക്കളുണ്ടായി എന്നൊക്കെ കാണാം. മർക്കോസ് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു, ഒരിക്കൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പ്രസംഗിച്ച് അവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ അമ്മയും ശിഷ്യന്മാരും യേശുവിനെ കാണുവാനായിട്ട് അടുത്തു വന്നു. എന്നുവെച്ചാൽ അടുത്ത് വെച്ചാൽ അകത്തോട്ട് വരാൻ പറ്റിയില്ല, ആൾക്കാരൊക്കെ ഒരുപാട് തിങ്ങി നിന്നതുകൊണ്ട് അവർ പുറത്ത് നിൽക്കുകയാണ്. വന്നു കഴിഞ്ഞപ്പോഴേ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, നിൻ്റെ അമ്മയും ശിഷ്യന്മാരും വന്ന് നിൽക്കുന്നു, അവർ നിന്നെ വിളിക്കുന്നു. യേശു എന്താ പറഞ്ഞറിയാവോ? ആരാണ് എൻ്റെ അമ്മയും ശിഷ്യന്മാരും? ഈ ഇരിക്കുന്നവരല്ലയോ എന്നാണ് ചോദിച്ചത്. ഈ ഇരിക്കുന്ന ജനങ്ങളല്ലേ എൻ്റെ അമ്മയും ശിഷ്യന്മാരും. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് എത്രയേ എൻ്റെ അമ്മയും സഹോദരന്മാരും. എൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് നിൽക്കുന്നു. അതിന് താഴോട്ട് എഴുതിയിരിക്കുന്നു, ഇവർ ദൈവത്തിൻ്റെ ഇവർ യേശുവിൻ്റെ സഹോദരന്മാരല്ലയോ? ഇവർ ഈ അമ്മയായ മറിയാം പ്രസവിച്ചതല്ലയോ? അവരുടെ പേരവിടെ കൊടുത്തിട്ടുണ്ട്, യാക്കോബ്, യൂദ, ഇങ്ങനെ കുറേ സഹോദരന്മാരുടെ പേര്. പിന്നെ അവനോട് കൂടെയുള്ള ഇവരുടെ ഈ കൂടെയുള്ള സഹോദരിമാരെല്ലാം ഇവൻ്റെ സഹോദരിമാരല്ലയോ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ അമ്മയായ മറിയാം യേശുവിനെ പ്രസവിച്ച ശേഷം വീണ്ടും പ്രസവിക്കാനിടയിൽ തീർന്നു. യേശുവിനെ പ്രസവിക്കുന്ന കാലഘട്ടം വരെ യേശുവിൻ്റെ അമ്മ വിശുദ്ധയായിരുന്നു, കന്യക മറിയാമായിരുന്നു. അതിനുശേഷം യോസഫ് മറിയെ പരിഗ്രഹിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു. അങ്ങനെ മറിയെ പരിഗ്രഹിച്ച ശേഷം അതിൽ നിന്നുണ്ടായ കുട്ടികളാണ് മറ്റ് യാക്കോബിൻ്റെ ലേഖനം എഴുതിയ യാക്കോബും യൂദയുടെ ലേഖനം എഴുതിയ യൂദയും പിന്നെ കുറേ സഹോദരന്മാർ, വേറെ ഒരു സഹോദരനും മറ്റ് സഹോദരിമാരുമൊക്കെ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, പ്രിയമുള്ളവർ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ പലരോടും പറയാറുണ്ട്, സുവിശേഷം പറയുമ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അവർ ചോദിക്കാറുണ്ട്, അങ്ങനെ ഉണ്ടോ, അത് എവിടെയാണെന്ന് ചോദിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ വ്യക്തമായിട്ട് പറയും. വിശുദ്ധ മർക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിലുണ്ട്, അതുപോലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്, ലൂക്കോസിലുണ്ട്, അങ്ങനെ പല സുവിശേഷങ്ങളിലും അത് എഴുതിയിട്ടുണ്ട്. മർക്കോസിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. യേശു ദൈവരാജ്യം പ്രസംഗിച്ച സമയത്തൊക്കെ കർത്താവിനോട് ജനത്തോട് വിളിച്ചു പറഞ്ഞത് കർത്താവിൻ്റെ വരവെടുത്തിരിക്കുന്ന യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സ്തോത്രം. അപ്പോൾ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കാൻ എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ പാപം ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ പാപമല്ല, ലോകത്തിൽ വസിക്കുന്ന ജീവിക്കുന്ന നമ്മളുടെ പാപങ്ങൾ, മനുഷ്യൻ്റെ പാപങ്ങൾ വഹിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ദൈവം തന്നെ മനുഷ്യനായി കുഞ്ഞാടായിട്ട് ഇറങ്ങി വന്നു. എന്താ കുഞ്ഞാടെന്ന് വിളിക്കാൻ കാരണം? കുഞ്ഞാടിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒരു ആടിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ അവിടെ വിശദീകരിക്കുന്നില്ല. ഒരാട് എപ്പോഴും താഴ്മയുള്ളത്, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്തത്, ഇടയനെ അനുസരിച്ച് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതയുണ്ട്. അറുക്കപ്പെട്ടതാണ്. പഴയ നിയമകാലങ്ങളിൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് ആടിനെ, കാളകളെയൊക്കെ അറുക്കാറുണ്ട്. മനുഷ്യൻ്റെ പാപപരിഹാര ബലിയായിട്ട് ആ പാപപരിഹാര ദിവസം ആടിൻ്റെ തലയിൽ കൈവച്ച് ഈ മനുഷ്യൻ്റെ പാപങ്ങളെല്ലാം അവൻ്റെ മേലിലേക്കായി ആ ആടിൻ്റെ കഴുത്തിൽ കത്തി വെച്ച് അതിനെ അറുത്ത് ആ രക്തം കൊണ്ടുവന്ന് തളിച്ച് ആ യാഗപീഠത്തിന്മേൽ തളിച്ച് ശുദ്ധീകരിക്കുന്നു. അങ്ങനെ ഈ നിന്ന മനുഷ്യൻ്റെ സകല പാപങ്ങളും ആടിൻ്റെ മേലായി ആ മിണ്ടാപ്രാണിയായ ആട് അതിന് പകരമായിട്ട് മരിക്കുന്നു. അത് അറുക്കപ്പെട്ട കുഞ്ഞാട്. എന്നാൽ മൃഗങ്ങളെക്കാട്ടിലും വിശേഷവാനായ, മൃഗരക്തത്തെക്കാളും വിശേഷമേറിയ രക്തം, പാപത്തിൽ പിറക്കാത്ത, പാപം ചെയ്യാത്ത രക്തം, യേശുക്രിസ്തുവിൻ്റെ രക്തം. പാപത്തിൽ ജനിക്കാത്ത യേശു ജനിച്ചത് മറിയാമിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിലും ഒറ്റ ക്രോമസോമിൽ നിന്ന്. പരിശുദ്ധാത്മാവ് അത്യുന്നതൻ്റെ നിഴൽ മറിയയുടെ മേൽ നിഴലിട്ടപ്പോൾ, ആ പരിശുദ്ധാത്മാവ് മറിയയുടെ മേൽ നിഴലിട്ട് കഴിഞ്ഞപ്പോൾ
മറിയയുടെ ഉദരത്തിനകത്ത് പരിശുദ്ധാത്മാവാകുന്ന നിഴൽ രൂപാന്തരപ്പെട്ടാണ് യേശു ക്രിസ്തു ഉണ്ടായത്. ആ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവാണ് ദൈവം. ആ ദൈവം തന്നെ മറിയയുടെ ഉദരത്തിൽ രൂപാന്തരപ്പെട്ടു. അങ്ങനെ വിശുദ്ധയായ കന്യക മറിയാമിനെ ദൈവം തിരഞ്ഞെടുത്തു. ആ ഗർഭപാത്രമാണ് ദൈവം തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് അവർ വിശുദ്ധയാണ്. അവർ തീർച്ചയായിട്ടും ബഹുമാനിക്കണം. യു ആർ നോട്ട് വർഷിപ്പ്, പക്ഷേ അവരെ ആരാധിക്കുകയല്ല, നമ്മളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു, ബഹുമാനിക്കുന്നു. കാരണം എൻ്റെ കർത്താവായ യേശുവിനെ പറ്റ അമ്മയാണ്, കന്യക മറിയാം തന്നെയാണ്. ആ ബഹുമാനം നമ്മൾ ഒട്ടും കുറയ്ക്കാൻ പാടില്ല. പക്ഷേ അവർ മരിച്ചു, അടക്കപ്പെട്ടു. യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും മരിച്ചു, അടക്കപ്പെട്ടു. യേശുവിൻ്റെ ശിഷ്യന്മാരെ ആരെയും നമുക്ക് സേവിക്കാൻ, അവരോട് ആരോടും പ്രാർത്ഥിക്കാൻ നമുക്ക് റൈറ്റില്ല. മോശയോട് പ്രാർത്ഥിക്കാൻ റൈറ്റില്ല, അബ്രഹാമിനോട് പ്രാർത്ഥിക്കാൻ റൈറ്റില്ല, ഇസഹാക്കിനോട് പ്രാർത്ഥിക്കാൻ റൈറ്റില്ല, യാക്കോബിനോട് പ്രാർത്ഥിക്കാൻ റൈറ്റില്ല. ശിഷ്യന്മാരോടോ മാതാവിനോടോ പരിമള തിരുമേനിയോടോ ലോകത്തുള്ള ഏതെങ്കിലും തിരുമേനിമാരോടോ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുവാൻ റൈറ്റില്ല. ഇന്ന് സഭകൾ വിശുദ്ധന്മാരെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധന്മാരും വിശുദ്ധമതികളും അനവധിയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ജനങ്ങൾ അവരുടെ മുമ്പിൽ പോയി അങ്ങനെ മധ്യസ്ഥ അർപ്പിക്കുക. പ്രിയമുള്ളവരെ, തെറ്റ്. ബൈബിൾ പറയുന്നു തെറ്റ്. സ്തോത്രം. ഇത് കാരണം എന്ത് ചെയ്യുന്നു? മനുഷ്യൻ ശാപത്തിൻ്റെ കീഴിലാവുന്നു, വിടുതൽ പ്രാപിക്കുന്നില്ല. സ്തോത്രം. അപ്പം ചിലത് ചോദിക്കും, പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വിടുതലുണ്ടല്ലോ, പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടല്ലോ, അതിൽ കൂടെ ഒക്കെ ഞങ്ങൾക്ക് കുറച്ചൊക്കെ വിടുതലൊക്കെ ഉണ്ടല്ലോ എന്ന്. ശരിയാ, കുറച്ചൊക്കെ വിടുതൽ കാണുമായിരിക്കാം. അതെല്ലാവർക്കും ഉണ്ട്. യേശുദമ്പുരാൻ പറഞ്ഞു, ഞാൻ സൂര്യൻ്റെ വട്ടം, സൂര്യൻ ഞാനാണ് സൃഷ്ടിച്ചത്. ദൈവം പറയാം, യേശു പറഞ്ഞ ഈ സൂര്യൻ്റെ വട്ടം നീതിമാന്മാരുടെ മേലും ദുഷ്ടൻ്റെ മേലും ലഭിക്കുന്നില്ലയോ? ഇല്ലേ, ഉണ്ട്. അപ്പം ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും സൂര്യൻ്റെ വട്ടം ലഭിക്കുന്നുണ്ട്. അതുപോലെ എല്ലാവർക്കും കുറച്ച് കിട്ടും. പക്ഷെ അതല്ല ദൈവത്തിൻ്റെ മക്കൾക്കുള്ളത്. ദൈവത്തിൻ്റെ മക്കൾക്കുള്ളത് പവറാണ്, അതോറിറ്റിയാണ്, അധികാരമാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ മക്കൾ, ഞാൻ മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ വീണ്ടും പറയുകയാണ്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ അധികാരം, പിതാവേ എന്ന് വിളിക്കുവാൻ അധികാരം. അപ്പനിൽ നിന്ന് അധികാരം പ്രാപിച്ചെടുക്കുന്നവൻ. മുടിയനായ പുത്രൻ തിരിച്ചു വന്നിട്ട് അപ്പനിൽ നിന്ന് അധികാരം പ്രാപിച്ചെടുത്തതുപോലെ ഞാനും നിങ്ങളും മുടിയനായി നടന്നെങ്കിൽ, ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നടന്നെങ്കിൽ, പാപത്തിന് അധീനപ്പെട്ട് ജീവിച്ചെങ്കിൽ, ഇന്ന് മുതൽ തീരുമാനമെടുക്കുക, കർത്താവെ ഞാനിതാ തിരിച്ചു വരുന്നു. റെപ്പൻറ്റൻസ്, നമുക്ക് മാനസാന്തരം ഉണ്ടാകണം, മനസ്സിന് അന്തരമുണ്ടാകട്ടെ. ഇതാ ഞാൻ തിരിച്ചു വരുന്നു, ഞാൻ പോയ വഴികളൊക്കെ തെറ്റായിപ്പോയി, ഇതാ ഞാൻ തിരിച്ചു വരുന്നു. ഇന്ന് മുതൽ എന്നെ നിൻ്റെ പുത്രനാക്കി തീർക്കണവേ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു, അപ്പാ ഞാൻ നിന്നോട് പാപം ചെയ്തു എന്ന് പറഞ്ഞ് അമ്മ ആ മുടിയനായ പുത്രൻ തിരിച്ചു വന്നതുപോലെ തിരിച്ചു വരികയാണെങ്കിൽ ആ അപ്പനിന്നുള്ള അധികാരം, അപ്പനിന്നുള്ള അവകാശം. ആ മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ അപ്പൻ എന്താ ചെയ്തത്? അവൻ്റെ കാലിലേക്ക് ചെരുപ്പിട്ട് കൊടുത്തു, അവൻ്റെ കൈകളിൽ മോതിരം അണിയിച്ചു എന്ന് വചനം പറയുന്നു. നല്ല വസ്ത്രങ്ങളൊക്കെ അവനെ ഇടിയിച്ചു. സ്തോത്രം. മുൻപ് അവൻ്റെ സ്വത്തെല്ലാം മേടിച്ചവൻ പോയതാ. സകല അധികാരവും സകല അവകാശവും മേടിച്ച് പോയവനാണ്. എല്ലാം നശിപ്പിച്ച് ദൂർത്തടിച്ച് കളഞ്ഞവൻ. അവനിതാ തിരിച്ചു വന്നിട്ട് പറയുകയാണ്, അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു പോയി, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ലാന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് അവൻ അവിടെ എഴുന്നേൽക്കുകയാണ്. അവൻ കഷ്ടതയിലേക്ക് പോയി, അവനെ ദൂർത്തടിച്ച് നഷ്ടപ്പെട്ട് നാശത്തിലേക്ക് പോയപ്പോൾ, കഷ്ടതയിൽ പോയപ്പോൾ അവൻ അവിടെ കിടന്ന് ആലോചിക്കുകയാണ്, ഞാൻ ഇങ്ങനെ പോയി പറയും എൻ്റെ അപ്പനോട്. അവനെ തീരുമാനമെടുത്തു. അവിടെ നിന്ന് അവൻ എഴുന്നേറ്റപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു? അപ്പൻ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് വേദപുസ്തകം പറയുന്നു. അവിടെ വിടുതൽ വ്യാപരിച്ചു കഴിഞ്ഞു. നീ ഒരു തീരുമാനം എടുക്കുമ്പോൾ വിടുതൽ വ്യാപരിക്കുകയാണ്. തീരുമാനത്തിൻ്റെ മേലാണ് വിടുതൽ. യേശു സ്നേഹിക്കുന്നുവെന്ന പ്രോഗ്രാമിൽ കൂടെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നീ ഒരു തീരുമാനം എടുത്താട്ടെ. ആ തീരുമാനത്തിൻ്റെ മേൽ നിന്റെ പ്രശ്നം എന്തോ ആയിക്കോട്ടെ, ആ പ്രശ്നത്തിന് മേൽ ദൈവം വിടുതലയക്കാൻ തുടങ്ങുകയാണ്. നീ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ദൈവം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇവിടെ ഇതാ മുടിയനായ പുത്രൻ എഴുന്നേറ്റു. അവൻ അപ്പൻ്റെ അടുക്കെ പോവുകയാണ്. ഇതേ സമയത്ത് അപ്പൻ വഴിക്കണ്ണുകളുമായിട്ട് നോക്കിയിരിക്കുക. എൻ്റെ പുത്രൻ പോയിട്ടുണ്ട്, അവനെ കാണുന്നില്ലല്ലോ, അവൻ വരുന്നുണ്ടോ എന്ന് നോക്കി വഴിയിലോട്ട് നോക്കിയിരിക്കുന്ന ഒരു അപ്പൻ. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എൻ്റെ അപ്പൻ ഇങ്ങനെ, ഞാൻ വെളിയിലൊക്കെ പോകുമ്പോൾ കിടക്കത്തില്ല, റൂമിനകത്ത് കിടക്കത്തില്ല, വെളിയിൽ ഇങ്ങനെ കാത്തിരിക്കാറുണ്ട്. അന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തിനായി അപ്പൻ ഇങ്ങനെ കാത്തിരിക്കുന്നത്, ആരെ നോക്കിയാൽ ഞാൻ ഈ വരത്തില്ലയോ. പക്ഷേ ഈ വചനം വായിച്ചപ്പോൾ മനസ്സിലായി അപ്പൻ്റെ സ്നേഹം, നമ്മുടെ കുട്ടികളോടുള്ള നമുക്കുള്ള സ്നേഹം, അപ്പൻ്റെ സ്നേഹം. തൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തു പോയാൽ, തൻ്റെ മകൻ പുറത്തു പോയാൽ അവൻ തിരിച്ചു വരണം വരെ അപ്പൻ ആ മകനെ കാത്ത് ഇരിക്കുക. നഷ്ടപ്പെട്ടു പോയ മകൻ തിരിച്ചു വരുവാൻ വേണ്ടി കാത്തിരിക്കുന്നൊരപ്പൻ. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങൾ നഷ്ടപ്പെട്ടവരായിപ്പോയി. എങ്ങനെ നഷ്ടപ്പെട്ടു? നമ്മൾ എങ്ങനെ നഷ്ടപ്പെട്ടത്? നമ്മളെ സൃഷ്ടിച്ച ദൈവം അല്പം മാത്രം, ദൂതന്മാരെക്കാൾ അല്പം മാത്രം തേജസ് കുറച്ച് മണ്ണ് കൊണ്ട് നമ്മളെ സൃഷ്ടിച്ചു.
പക്ഷേ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയി, ദൈവത്തോട് ആലോചന ചോദിക്കാതെ, ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാതെ, ദൈവം ആരാണെന്നറിയാതെ, കണ്ടതിനെയൊക്കെ ആരാധിച്ച്, കാണുന്നതൊക്കെ തിന്നും കുടിച്ചും കഴിച്ചും നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിച്ചു, കാണുന്നതൊക്കെ നമ്മൾ പറഞ്ഞു, ഇഷ്ടമുള്ളതുപോലൊക്കെ നമ്മൾ ജീവിച്ചു, സംസാരിച്ചു, കേട്ടു, ഉടുത്തു, ഒരുങ്ങി, നമ്മുടേതായ ഇഷ്ടപ്രകാരം നമ്മൾ അണിഞ്ഞൊരുങ്ങി, നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിക്കാൻ തുടങ്ങി. അപ്പനോട് ആലോചന ചോദിക്കുന്നില്ല. അങ്ങനെ നമ്മൾ അപ്പനിൽ നിന്ന് അകന്നകന്നകന്ന് പോവുകയാണ്. യെശയ്യാ പ്രവാചകൻ പറയുന്നു, ഞാൻ നിങ്ങളെ അടിച്ചിട്ടും പിന്നെയും നിങ്ങൾ പിന്മാറുകയാണ്. കഷ്ടത വരുന്തോറും പിന്മാറിക്കൊണ്ടിരിക്കുന്നു. പ്രതികൂലങ്ങൾ വരുന്തോറും എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത് മുൻപോട്ട് കടന്നു വരാതെ വീണ്ടും പുറകോട്ട് പോകുന്നു. മദ്യപിക്കുന്നവർ വീണ്ടും മദ്യപാനത്തിലേക്ക് പോകുന്നു. വ്യഭിചരിക്കുന്നവൻ വീണ്ടും വ്യഭിചാരത്തിലേക്ക് പോകുന്നു. നഷ്ടപ്പെടുന്നവൻ വീണ്ടും നഷ്ടത്തിലേക്ക് പോകുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ പോകാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നീ മാനസാന്തരപ്പെടണം, നീ ആലോചിക്കണം, നിനക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്? എൻ്റെ അനുഗ്രഹങ്ങൾ എവിടെ നഷ്ടപ്പെട്ടു? എനിക്കെവിടെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു? എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? സ്തോത്രം. ഞാൻ എന്തുകൊണ്ട്, എനിക്കെന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് നീ ആലോചിച്ചാൽ നിനക്ക് മനസ്സിലാകും. ദേവദാസന്മാരോട് ചോദിച്ചാൽ നിനക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പഠിച്ചാൽ നിനക്ക് മനസ്സിലാകും. ഇതിൽ കൂടെ നിനക്ക് വിടുതലുണ്ട്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു, നീ അപ്പൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വാ. മുടിയനായ പുത്രൻ തിരിച്ചു വരികയാണ്. വരുമ്പോൾ അവനെ കാത്തിരിക്കുന്ന 2 കണ്ണ്, അപ്പൻ്റെ കണ്ണ്. പ്രിയമുള്ളവരെ, നിന്നെ കാത്തിരിക്കുന്ന 2 കണ്ണ്, നിന്നെ തിരിച്ചുവരവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആ പ്രിയ പിതാവ്, ആ സ്വർഗസ്ഥനായ പിതാവ്, നീ ഞാനും തിരിച്ചുവരവ് നോക്കി കാത്തിരിക്കുന്ന പ്രിയ സ്വർഗസ്ഥനായ പിതാവ്, ആ പിതാവിൻ്റെ അടുക്കിലേക്കൊന്ന് ഇറങ്ങി വരാമോ? ഒന്ന് തിരിച്ചു വരാമോ? സ്തോത്രം. ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിക്കാനാണ് ഞാൻ പറഞ്ഞു വരുന്ന അർത്ഥം. ഇതാ നോക്കിക്കോ, ആ പിതാവ് ഓടി ചെല്ലുകയാണ്. നമ്മളാണെ കണ്ടേച്ച് പറയാം, നീ എവിടെ പോടെ, ഇത്രയും കാലം നമ്മൾ പിടിച്ച് 2 അടിയുടെ കൊടുത്തത്. എന്നാൽ അങ്ങനെയല്ല ആ പിതാവ് ചെയ്തത്. ആ പിതാവ് എന്ത് ചെയ്തു? അങ്ങനെയല്ല നമ്മുടെ സ്വർഗസ്ഥ പിതാവ് നമ്മളോട് ചെയ്യുന്നത്. ആ പിതാവ് എന്ത് ചെയ്യുന്നറിയാമോ? ഓടി വന്നു, അവനെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ പഴയൊന്നും അവനോട് ചോദിച്ചില്ല. നീ എവിടെയായിരുന്നു ചോദിച്ചില്ല. നീ എന്താ മോനെ പോയെന്ന് ചോദിച്ചില്ല. അവനോടൊന്നും പറയാനില്ല, ഒരു കുറ്റാരോടും പറയാനില്ല. ഓടി വന്നു, അവനെ കെട്ടിപ്പിടിച്ചു, അവനെ ചുംബിച്ചു. എന്നിട്ട് ജോലിക്കാരെ വിളിച്ചിട്ട് പറയുകയാണ്, വരുവീൻ, എൻ്റെ കാണാതെ പോയ മകൻ ഇതാ വന്നിരിക്കുന്നു, അവനെ ഇതാ കണ്ടുകെട്ടിയിരിക്കുന്നു, അവൻ്റെ കാലിൽ ചെരുപ്പിടിപ്പിക്കുന്നു, കൊണ്ടുപോവാ, പുതിയ ചെരുപ്പെടുത്തോണ്ട് പോവാ. നമ്മളാണെ പറഞ്ഞത്, എടാ ചെരുപ്പ് അവിടെ കൊണ്ട് കളഞ്ഞു എന്ന് പറഞ്ഞ് 2 ചീത്തയോടെ പറഞ്ഞേനെ, 2 വഴക്കൂടെ പറഞ്ഞേനെ. ഇതല്ല, പുതിയ ഉടുപ്പ് കൊണ്ടുപോവാ, അവനെ ഇടിപ്പീര്, പുതിയ ചെരുപ്പ് കൊണ്ടുപോവാ, അവനെ ഇടിക്കുക. അവൻ്റെ കയ്യിൽ കിടന്ന മോതിരമെല്ലാം എന്ത് ചെയ്യും? ആ മോതിര ആഭരണങ്ങളെല്ലാം പോയല്ലോ. മോതിരം കൊണ്ടുപോവാ, അവനെ ഇടിപ്പീര്. അവന് സുന്ദരനാക്കി, അവനെ അണിഞ്ഞൊരുക്കിച്ചു, അവന് ചെരുപ്പിടി വെച്ചു. പോയി നോക്കി, നല്ലൊരു കാളക്കുട്ടിയെ നോക്കി എടുത്തോണ്ട് പോവാ. അതിനെ കൊണ്ടൊന്ന് അറുത്തിട്ട് അതങ്ങോട്ട് കറി വെച്ച് നല്ല ആഹാരം അങ്ങോട്ട് വിളമ്പ്, എല്ലാവർക്കും കൊടുക്കുക, സന്തോഷിപ്പിക്കുക, അയൽക്കാർക്കെല്ലാം കൊടുക്കുക, നാട്ടുകാരെല്ലാം കൊണ്ട് കഴിക്കട്ടെ, എൻ്റെ മകൻ തിരിച്ചു വന്നു എന്നുള്ള ആ ഉത്സവത്തിൻ്റെ ആ അനുഭവം. ഇതാണ് ഒരു പാപിയുടെ മാനസാന്തരം സ്വർഗം സന്തോഷിക്കുന്നത്. ആരാണ് പാപി? ദൈവത്തെ അറിയാത്തവൻ പാപി, ദൈവവചനം അനുസരിക്കാത്തവൻ പാപി, യേശുവിനെ അംഗീകരിക്കാത്തവൻ പാപി, യേശു ക്രിസ്തുവിനെ സ്വന്തരക്ഷിതാവായിട്ട് സ്വീകരിച്ച് മാനസാന്തരപ്പെടാതെ നിൽക്കുന്നവൻ പാപി, രക്ഷിക്കപ്പെടാത്തവൻ പാപി, സ്നാനപ്പെടാത്തവൻ പാപി, അഭിഷേകം പ്രാപിക്കാത്തവൻ പാപി, ദൈവവചനപ്രകാരം ജീവിക്കാത്തവൻ പാപി, അനുസരണക്കേട് കാണിക്കുന്നവൻ പാപി. ഇവരാണ് പാപി. ആ പാപത്തിൽ നിന്നുള്ള വിടുതൽ നീ ഇന്ന് പകൽക്കാലം ആ തീരുമാനമെടുത്ത് തിരിച്ചു വരാമെന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി സ്വർഗം സന്തോഷിക്കും. നിനക്ക് വേണ്ടി വലിയവ ഒരുക്കി വച്ചിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നിനക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ഒരു അപ്പനുണ്ട്. ആ അപ്പൻ നിന്നെ മാടി വിളിക്കുകയാണ്, പ്രിയ പൈതലേ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ തിരിച്ചു വാ. ദൈവം നിന്നെ വിടിയിപ്പാൻ ശക്തനാണ്. നിനക്ക് വേണ്ടി വലിയവ ദൈവം കണ്ടുവച്ചിരിക്കുകയാണ്. സ്തോത്രം. ഒരുക്കമുള്ളവരായിട്ട് കടന്നു വരാമോ? നിങ്ങൾ നേൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം വലിയവ ചെയ്യും. സ്തോത്രം. അവനെ കൊണ്ടുവന്നു, അവന് വേണ്ടി വലിയവ ചെയ്തു. മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടായി. മറ്റേ സഹോദരൻ വന്നപ്പോൾ അവൻ അസൂയ ഉണ്ടായി. അവൻ ചോദിക്കുന്ന ചോദ്യമൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ പറയുന്നൊരു മറുപടി ഉണ്ട്. അപ്പൻ, മകനെ, നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇവനോ കാണാതെ പോയിരുന്നു. ഇവനെ കാണാതെ പോയതായിരുന്നു, ഇവനെ കണ്ടു കെട്ടിയിരിക്കുന്നു. ആ മകൻ പറഞ്ഞു, അപ്പാ, ഞാൻ ഇത്രയും നാൾ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. നീ എനിക്ക് വേണ്ടി ഒരു കാളക്കുട്ടി തന്നിട്ടില്ല. നീ എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരുക്കിയിട്ടില്ല. നീ എനിക്ക് വേണ്ടി ഇങ്ങനെ ഉത്സവം ആചരിച്ചിട്ടില്ല. സ്തോത്രം. എന്നാൽ സ്വർഗം സന്തോഷിക്കുന്ന എപ്പോഴാണ് അറിയാമോ? ഒരു പാപിയുടെ മാനസാന്തരമാണ്. നിങ്ങളൊന്ന് അടുത്ത് വരുമ്പോൾ, പ്രിയ സഹോദര സഹോദരി, നീ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കല്ലും മരവും മരിച്ചവരെയും മനുഷ്യരെ ആരാധിക്കാതെ ദൈവത്തെ ആരാധിച്ച്, ക്രിസ്തുവിനെ ആരാധിച്ച്, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ആരാധിച്ച്, സർവശക്തനായ ദൈവത്തെ ആരാധിച്ച്, ആ പിതാവിന് ആരാധനയ്ക്ക് യോഗ്യനായവന് മഹത്വം കൊടുത്തുകൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ദൈവം നിൻ്റെ പാപത്തെ പുറത്ത്, ദൈവം നിന്നോട് കരുണ കാണിച്ച്, ദൈവം നിന്നോട് ക്ഷമിച്ച്, നിൻ്റെ കുറ്റങ്ങളെക്കുറിച്ച് ചോദിക്കാതെ, നിൻ്റെ കുറ്റങ്ങളെല്ലാം പുറത്ത് കളഞ്ഞിട്ട്, അവൻ നിൻ്റെ കുറ്റങ്ങളെക്കുറിച്ചൊന്നും അവൻ ചോദിക്കാനൊന്നുമില്ല. ദൈവം നിന്നെ സ്വീകരിച്ച് നിന്നെ മണിയറയിലേക്ക് കൊണ്ടുവരുന്ന ഒരു അനുഭവം, ഉത്സവത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഭവം, ഭവനത്തിനകത്തേക്ക് കയറ്റി നിന്നെ ഭവനത്തിലെ അധികാരിയാക്കുന്ന ഒരു അനുഭവം.
ആ അനുഭവത്തിലേക്ക് നിനക്ക് കടന്നു വരാൻ കഴിയും. എപ്പോൾ? നീ തിരിച്ചു വന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. തിരിച്ചു വരിക, നിന്റെ വഴി വിട്ട് തിരിച്ചു വരിക. നീ പോയ വഴി തെറ്റാണെന്ന് ഇതുവരെ നിനക്ക് ഇപ്പോൾ ബോധ്യമായെങ്കിൽ, ഇതുവരെ നിങ്ങൾ പോയ വഴികൾ തെറ്റാണെന്ന് ബോധ്യമായെങ്കിൽ, നീ ആരെയും നോക്കണ്ട. നിന്നെ ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ ന്യായം വിധിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്, യേശു ക്രിസ്തു ഉണ്ട്. അത് മറന്നു പോകരുത്. ന്യായം വിധിക്കുന്ന നാളിൽ നീ ക്രിസ്തുവിൻ്റെ മുമ്പാകെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്ന ദിവസമുണ്ട്. അന്ന് നിന്റെ ഭർത്താവ് കാണത്തില്ല, നിന്റെ ഭാര്യ കാണത്തില്ല, നിന്റെ മക്കൾ കാണത്തില്ല, അപ്പനും അമ്മയും കാണത്തില്ല, അളിയന്മാർ കാണത്തില്ല, പള്ളിയിൽ അച്ഛൻ കാണത്തില്ല, തിരുമേനി കാണത്തില്ല, പാസ്റ്റർ കാണത്തില്ല. നീ തന്നെ ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായിട്ട് ദൈവത്തിൻ്റെ മുമ്പാകെ ക്രിസ്തുവിൻ്റെ കോടതിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. വേദപുസ്തകം ഇങ്ങനെ വിളിച്ചു പറയുന്നു, 2 കൊരിന്ത്യർ 5:10 പറയുന്നു, അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും ചെയ്താകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. സ്തോത്രം. നീ വചനം കേൾക്കുന്ന മാത്രയിൽ ഒരു തീരുമാനമെടുത്താട്ടെ. നിനക്ക് തീക്കുണ്ടത്തിനകത്ത് പോകണോ അതോ സ്വർഗത്തിൽ പോകണോ? നിനക്ക് ഈ ലോകത്തിൽ സമാധാന സന്തോഷവും സ്വർഗീയമായ അനുഭവത്തിൽ ലോകത്തിൽ ജീവിക്കണോ അതോ നരകതുല്യമായ ജീവിതം ഈ ലോകത്തിൽ ജീവിക്കണോ? എന്ത് തീരുമാനം നിൻ്റേതാ? തീരുമാനം നിൻ്റേതാ. സ്തോത്രം. നിന്റെ തീരുമാനമാണ് ദൈവം നോക്കുന്നത്. നീ എന്ത് തീരുമാനിക്കുക അതാ ദൈവത്തിന് ഇഷ്ടം. നിന്റെ തീരുമാനമാണ് ഇവിടെ പ്രാധാന്യം. സ്തോത്രം. നിനക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? വേദപുസ്തകം വിളിച്ചു പറയുന്നു, ജീവനും മരണവും ഇതിനകത്തുണ്ട്, ശാപവും അനുഗ്രഹത്തിനകത്തുണ്ട്. സ്തോത്രം. ഗുണവും ദോഷവും ഇതിനകത്തുണ്ട്. ഏത് വേണമെന്ന് നീ തിരഞ്ഞെടുത്തു കൊള്ളുക. ഏതാ നിനക്ക് വേണ്ടത്? ഗുണം വേണോ ദോഷം വേണോ? ശാപം വേണോ അനുഗ്രഹം വേണോ? ജീവൻ വേണോ മരണം വേണോ? നീ തിരഞ്ഞെടുത്തു കൊള്ളുക. ഞാൻ ആരെയും ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, ഇതാ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. യേശു ന്യായം വിധിക്കുന്നത്, യേശു ക്രിസ്തുവാണ് ന്യായാധിപതി കർത്താവ്. വെളിപ്പാട് പുസ്തകം അങ്ങനെ വിളിച്ചു പറയുന്നത്. ഇന്ന് വരെ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ബൈബിളിനകത്തുള്ളതാണ്. ഈ ബൈബിളിനെ ഒഴിവാക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ലോകത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി സംഭവിക്കാൻ പോകുന്നു. സ്തോത്രം. കാരണം എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടുന്ന ക്രിസ്തു ജീവിക്കുന്ന ക്രിസ്തുവാണ്. മരിച്ചവരെ അല്ല ഞാൻ പറയുന്നത്, മരിച്ചവരൊക്കെ മരിച്ചു, മൺമറഞ്ഞു പോയി. ജീവിക്കുന്ന ക്രിസ്തുവുണ്ട്. അവനാണ് ന്യായം വിധിക്കുന്നവൻ. ന്യായവിധി എന്നതോ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുകയാണ്, 3:18 പറയുന്നു, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും ഇരുട്ടിൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. ആര്? ലോകക്കാർ. നാം വെളിച്ചമാകുന്ന ക്രിസ്തു ലോകത്തിൽ വന്നിട്ടും ഇരുട്ടിനെ സ്നേഹിച്ചു. ഇപ്പം ദൈവത്തെ സ്നേഹിക്കാതെ, ക്രിസ്തുവിനെ സ്നേഹിക്കാതെ ഇരുട്ടിനെ സ്നേഹിക്കുന്നവർക്കാണ് ന്യായവിധി. പ്രിയമുള്ളവരെ, നീ ഇരുട്ടിനെ സ്നേഹിക്കാതെ നീ ക്രിസ്തുവിനെ സ്നേഹിക്കുക, നീ ദൈവത്തെ സ്നേഹിക്കുക, ദൈവവചനത്തെ നീ സ്നേഹിക്കുക, ദൈവവചനം നീ അംഗീകരിക്കുക. നിനക്ക് ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയുവാൻ കഴിയും അന്നേരം. അല്ല എങ്കിൽ ന്യായവിധിയിൽ തെറ്റി ഒഴിയുവാൻ കഴിയത്തില്ല. ന്യായം വിധിക്കൊരു കർത്താവുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, അതുകൊണ്ടൊരു തീരുമാനമെടുക്കുക. തിരിച്ചു വരിക, മാനസാന്തരപ്പെടുക, ക്രിസ്തുവിൻ്റെ മുമ്പാകെ നീ മുട്ടുകൊത്തുക, ആരാധനയ്ക്ക് യോഗ്യനായവൻ്റെ മുമ്പാകെ നീ മുട്ടുകൊത്തുക. ഇന്ന് ആ തീരുമാനത്തിലെടുക്കാമോ? ആ തീരുമാനത്തിൽ നിങ്ങൾ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ശാപത്തിനല്ല, അനുഗ്രഹമായി തീരട്ടെ. വിധിക്കാനല്ല ഞാൻ പറയുന്നത്, ദോഷത്തിനല്ല, ഗുണമായി മാറട്ടെ. മരണത്തിനല്ല, ജീവനായി തീരട്ടെ, നിത്യജീവനായി തീരട്ടെ. സ്തോത്രം. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതൽ വ്യാപരിക്കും. നിങ്ങളുടെ ഭവനത്തിനകത്ത് വലിയ വിടുതൽ വ്യാപരിക്കട്ടെ. എല്ലാ അന്ധകാരത്തിൻ്റെ കെട്ടുകൾ ഇപ്പോൾ തന്നെ അവിടുന്ന് വിട്ടുമാറട്ടെ. രോഗത്തിൻ്റെ ബന്ധനങ്ങളും ശരീരത്തിൻ്റെ ക്ഷീണതകളും ബലഹീനതകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് നിന്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. വചനം കേട്ടവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. കർത്താവേ, ഒരു മാനസാന്തരം അവർക്കുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. ഇവരുടെ ശരീരത്തിന്മേൽ പോരാടുന്ന, ഭവനത്തിന്മേൽ പോരാടുന്ന എല്ലാ അന്ധകാരത്തിൻ്റെ കോട്ടകളെയും ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഈ രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ ഇടിച്ച് മാറ്റുകയാണ്. ഷബല ശന്തരാധികൻ ഹാലലൂയ. യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതൽ വ്യാപരിക്കട്ടെ. കർത്താവേ, അന്ധകാര ബന്ധനങ്ങളെ ശാസിക്കുന്നു. ഒരു തിരിച്ചുവരവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. തിരിച്ചു വരാതെ പിടിച്ചു നിർത്തുന്ന സാമുദായിക പോരാട്ടങ്ങളെ, ദേശശക്തിയുടെ പോരുകളെ ഇന്ന് പകൽക്കാലം യേശുവിൻ നാമത്തിൽ ശാസിച്ച് ജയമെടുക്കുകയാണ്. കർത്താവ്, പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. വിടുതൽ അയച്ചിരിക്കാൻ നന്ദി കർത്താവേ.
സകല മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിനാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. യേശു സ്നേഹിക്കുന്നു എന്ന ഈ പ്രോഗ്രാമിലൂടെ കേട്ട വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹവും വിടുതലും ആശ്വാസവുമാണെന്ന് ഞങ്ങൾ അറിയുന്നുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ധാരാളമായിട്ട് നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഇതേ ചാനലിൽ ഇതേ ദിവസം നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുപോലെ തന്നെ ഹാർവസ്റ്റ് TV ചാനലിൽ എല്ലാ ചൊവ്വാഴ്ചയും രാത്രി ഇന്ത്യൻ ടൈം 9:30 മണിക്ക്, ഇന്ത്യൻ ടൈം 10:30 മണിക്ക്, 10:30 ഇന്ത്യൻ ടൈം 10:30 മണിക്ക് മെസ്സേജ് ഉണ്ട്. നിങ്ങളത് കേൾക്കണം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഗോഡ് ബ്ലസ്.